ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് രോഹിത്തും ശ്യാമയും സംസാരിക്കുന്നത് കേൾക്കുന്ന വിഷ്ണു ഞെട്ടിപ്പോവാണ്. ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ ആരും അറിയാതെ രഹസ്യമായി വാങ്ങിച്ച് ഭർത്താവ് പോലും അറിയാതെ താൻ പ്രസവിച്ച കുഞ്ഞാണെന്ന് പറഞ്ഞ് വളർത്ത ജീവിതത്തിൽ നീ എന്നോട് കാണിച്ചിരിക്കുന്നത് മുഴുവനും ചതിയും വഞ്ചനയുമാണ്. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പറയടി, പറയാൻ പറ്റുമെന്ന്. അതില് ശ്യാമ രോഹിത്തെ എന്ന് വിളിച്ച് കാലില് വീണ് കറിയണേ. വിഷ്ണു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുക. രോഹിത്തെ, ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയത് ഇതെല്ലാം ഒരാവേശത്തിന്റെ പുറത്ത് എഴുതി പോയതാ. എന്നോട് ക്ഷമിക്ക്. നമുക്ക് നമ്മുടെ ജീവിതമല്ലേ രോഹിത്തെ വലുത്. സഹിച്ചും പുറത്തും ക്ഷമിച്ചല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു ദുസ്വപ്നം പോലെ നമുക്കിതെല്ലാം മറക്കാം രോഹിത്തെ. രോഹിത്ത് ഡി എഴുന്നേക്കടി എന്ന് പറഞ്ഞ് ഇപ്പോഴും ദേഷ്യത്തിലെ ശ്യാമയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. എന്നിട്ടേക്കും ഇതിൽ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇതുവരെയും വല്ലവന്റെയും കൊച്ചിന്റെ തന്തയാക്കല്ലായിരുന്നോ എന്നെ വാടക തന്ത. വിഷ്ണു ഇതും കേട്ട് ഞെട്ടലിങ്ങനെ നിൽക്കുക. ശ്യാമ കൈ കൂപ്പിയിട്ട് കരഞ്ഞുകൊണ്ട് പറയും, രോഹിത്തെ, എന്നെ ഒന്ന് മനസ്സിലാക്കി രോഹിത്തെ. ഞാൻ ചീത്തയായ ഒരു പെണ്ണല്ല രോഹിത്തെ. ഞാൻ രോഹിത്തിനെ ചതിച്ചിട്ടുമില്ല. എന്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും എന്റെ ഭർത്താവ് എന്ന സ്ഥാനം രോഹിത്തിന് മാത്രമായിട്ടുള്ളതാണ്. അതെന്റെ മരണം വരെ അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. മനസ്സുകൊണ്ട് ഞാൻ രോഹിത്തിനെ ചതിച്ചിട്ടില്ല, രോഹിത്തിനെ ചതിക്കുകയില്ല. രോഹിതയ്ക്കും എന്ത് ലാഘവത്തോടെയടി നീ ഇതൊക്കെ മറക്കാൻ പറയുന്നത്? സ്വന്തം ജീവിതം വെച്ച് ആരെങ്കിലും ഇങ്ങനൊരു തീക്കളി കളിക്കോ? രോഹിത്തെ ഞാൻ എന്ന് പറഞ്ഞ് കരയുമ്പോ രോഹിതയ്ക്കും പപ്പിയുടെ അച്ഛൻ ശരിക്കും ആരാടി? വിഷ്ണു അല്ലേ എന്ന് വയ്ക്കുന്ന കേൾക്കുമ്പോ ശ്യാമയും അതുപോലെ വിഷ്ണുവും ഞെട്ടാ. പറയടി, വിഷ്ണു അല്ലേ പപ്പിയുടെ അച്ഛനെന്ന്? പപ്പിയും സത്യയും പ്രസവിച്ചത് ആരാടി? പറയടി, ആരാന്നേ? ശ്യാമ ഇങ്ങനെ ആകെ പേടിച്ച് വിങ്ങി കരയണേ. രോഹിതയ്ക്കും ശാലിനിയല്ലേ പപ്പിയുടെയും സത്യയുടെയും അമ്മ? രണ്ടുപേരും ശാലിനിയുടെയും വിഷ്ണുവിന്റെയും മക്കളല്ലേ? എടി അല്ലേന്ന്. എന്തുമാത്രം കള്ളങ്ങളാടി നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് നടത്തിയിട്ടുള്ളത്? പറ. വിഷ്ണു ആണെങ്കിൽ അത് രണ്ടും തന്റെ മക്കളാണെന്ന് പറയുന്നത് കേട്ട് ആ ഒരു ഞെട്ടലിൽ നിൽക്കണടെ. അങ്ങനെ രോഹിത് പറയും, ഇതിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടത് നീ മാത്രമല്ല, നീയും നിന്റെ അമ്മയും നിന്റെ കുഞ്ഞേച്ചിയും എല്ലാവരും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യണം. എന്നെ ചതിച്ച ചതിയില് നിങ്ങൾക്ക് കുടുംബത്തോട് വലിയ പങ്കുണ്ട്. നിന്റെ കുഞ്ഞേച്ചി നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അനിയത്തിയുടെ ജീവിതം തകരാതിരിക്കാൻ ദാനം ചെയ്ത പുണ്യവതി. അതുകൊണ്ട് അവളും നിന്റെ അമ്മയൊക്കെ അറിയണം നിന്നെ ഞാൻ കൊന്നുവെന്ന്. ശ്യാമ ഇട്ടും രോഹിത്തെ. രോഹിത് പറയും, നിന്റെ ജീവൻ ഞാൻ എടുക്കാനുള്ള കാരണം അവര് കൂടിയാണെന്ന് അവര് മനസ്സിലാക്കണം. മനസ്സിലായോ? ഇത്രയൊക്കെ ചതിച്ചിട്ട് നീ ഇനി ജീവിക്കണ്ട. വേണ്ട, നീയൊക്കെ മരിക്കുന്നതാടി നല്ലത്. ശ്യാമ കരഞ്ഞുകൊണ്ട് രോഹിത്തെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. രോഹിത് പറയും, അതും എന്റേതാ ഈ കൈകൊണ്ടുള്ള മരണം എന്ന് പറഞ്ഞ് ശ്യാമയുടെ കഴുത്തിന് പിടിച്ച് അമർത്തണേ കട്ടിലിട്ടിട്ട്. ശ്യാമ പേടിച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട്. ആകെ ശ്വാസം മുട്ടുന്ന അവസ്ഥ. രോഹിത് അത്രയും ദേഷ്യത്തിലാണ് കഴുത്ത് പിടിച്ച് അമർത്തുന്നത്. അതില് വിഷ്ണു ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. രോഹിത്തെ ഡാ മാറടാ എന്ന് പറഞ്ഞ് വന്നിട്ട് രോഹിത്തിനെ പിടിച്ച് വലിച്ചു മാറ്റിയാണ്. വിഷ്ണുവിന്റെ മുഖം കാണുമ്പോ തന്നെ എല്ലാം കേട്ടെന്ന് രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട്. വിഷ്ണു രോഹിത്തിനെ നോക്കുമ്പോ രോഹിത്ത് തല താഴ്ത്തി നിൽക്കണേ. രോഹിത്തിന്റെ കയ്യിലെ ആ കത്തും വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. രോഹിത്തിന്റെ മുഖത്താണെങ്കിൽ നല്ല ദേഷ്യമുണ്ട് ശ്യാമയോട്. അങ്ങനെ വിഷ്ണു ഇങ്ങനെ ചോദിക്കുമ്പോ രോഹിത്ത് ആ കത്ത് കൊടുക്കും. അങ്ങനെ വിഷ്ണു അത് വാങ്ങിക്കുമ്പോ തന്നെ രോഹിത്ത് അവിടുന്ന് പോവാണേ. വിഷ്ണു അതിങ്ങനെ ഞെട്ടലോട് കൂടി വായിക്കാ. ശ്യാമ അവിടെ നിന്ന് പൊട്ടിക്കരയാ. പപ്പി എന്റെ മകളല്ല, വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിക്കും പിറന്ന ഇരട്ട കുട്ടികൾ. അതാണ് സത്യയും പപ്പിയും. അവർക്ക് ഈ വിവരം അറിയില്ല. എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോ സത്യമ്മയുടെ രോഹിത്തിന്റെയും മുന്നില് എനിക്ക് ഗർഭിണിയായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതിന്റെ ഗതികേടാ. പിന്നീട് ആ കള്ളം മറയ്ക്കാനായിട്ട് ഇരട്ട കുട്ടികളെ പ്രസവിച്ച എന്റെ കുഞ്ഞേച്ചി ഒരു കുഞ്ഞിനെ എനിക്ക് വളർത്താൻ തന്നു. അതാണ് പപ്പി മോള്. അങ്ങനെ രണ്ടും തന്റെ മക്കളാണെന്ന് അറിയുമ്പോ പപ്പിയെയും സത്യയെയും ആദ്യമായിട്ട് പുറത്തു കൊണ്ടുപോയതും പാനിപൂരി കഴിച്ചതും അങ്ങനെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ സമയവും വിഷ്ണു ഇങ്ങനെ ആലോചിക്കുക. ആകെ ഇങ്ങനെ തളർന്നു പോവാണേ. അങ്ങ് വീഴാൻ പോകുമ്പോ അവിടെ ചാരി നിൽക്കും. വിഷ്ണുവിനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ശ്യാമയെ നോക്കുമ്പോ ശ്യാമ അവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ്. വിഷ്ണു അവിടെ ഇരുന്നിട്ട്, ശ്യാമേ സത്യയും പപ്പിയും എന്റെ മക്കളാ? പറ ശ്യാമേ, സത്യയും പപ്പിയും എന്റെ മക്കളാണോ എന്നിങ്ങനെ ശ്യാമയെ പിടിച്ച് ചോദിക്കുമ്പോ ശ്യാമ ഇങ്ങനെ പൊട്ടിക്കറിയാ. തേങ്ങിക്കൊണ്ട് ശ്യാമ, അതെ സത്യമാണ് വിഷ്ണുവേട്ടാ. അതെ വിഷ്ണുവേട്ടാ എന്ന് പറയുമ്പോ വിഷ്ണുവിനെ വിശ്വസിക്കാനാവുന്നില്ല. സങ്കടമുണ്ട്, ചെറുതായിട്ട് സന്തോഷമുണ്ട്. വിശ്വസിക്കാനാവാതെ നിക്ക. ഈശ്വര. ശ്യാമ പറയും, വിഷ്ണുവേട്ടന്റെയും കുഞ്ഞേച്ചിയുടെയും മക്കള് നിങ്ങളുടെ മക്കള് തന്നെയാ സത്യയും പപ്പിയും. വിഷ്ണു ഇങ്ങനെ മക്കളെ കുറിച്ച് ആലോചിക്കാണേ. ശ്യാമ കരഞ്ഞ് കൈകൂപ്പിയിട്ട് പറയും, എന്റെ കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചെന്നുള്ളൊരു തെറ്റ് മാത്രമേ കുഞ്ഞേച്ചി ചെയ്തിട്ടുള്ളൂ. എന്റെ കുഞ്ഞേച്ചിയെ ഇനിയെങ്കിലും വിഷ്ണുവേട്ടൻ വിശ്വസിക്കണം. ഇപ്പോഴും വിഷ്ണു ശാലിനിയെ ഇപ്പൊ വിളിച്ച്, അതായത് കുടുംബശ്രീ വീട്ടിൽ ചെന്നിട്ട്, നീ ശരിയല്ല, നിന്റെ ഉള്ളിൽ മുഴുവൻ ദുഷ്ടചിന്തകളാ. അങ്ങനെ ശാലിനിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചതൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുകയാണേ. ശ്യാമ പറയും, സത്യയും പപ്പിയും നിങ്ങളുടെ മക്കളാണ്. അപ്പോഴും വിഷ്ണു പറയുന്നത് ആലോചിക്കുന്നത്, മനസ്സും ശരീരവും മറ്റൊരാൾക്ക് കൊടുത്ത്
എന്റെ മുന്നിൽ സ്നേഹം അഭിനയിക്കണം, നിന്നെ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞതെല്ലാം ആലോചിച്ച് ഇപ്പൊ സങ്കടപ്പെടുക. അതും തന്റെ പ്രാണനെ അങ്ങനെയൊക്കെ പറഞ്ഞ സങ്കടവും പിന്നെ മക്കളാണെന്ന് അറിഞ്ഞ ആ ഒരു സങ്കടവും ഇത്രയും നാൾ അറിയാത്ത സങ്കടങ്ങളെല്ലാം കൂടി വിഷ്ണു ആകെ തകർന്ന് പൊട്ടിക്കറിയാണ്. എന്തിനാടി എല്ലാരും കൂടി എന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ വിങ്ങിയിട്ടാ ചോദിക്കുന്നത്. എന്നോടെങ്കിലും സത്യം പറയായിരുന്നില്ലേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, അയ്യോ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയാ. എന്റെ സ്വന്തം കുഞ്ഞുങ്ങൾ എന്റെ ഒപ്പം ഉണ്ടായിട്ടും എനിക്ക് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞോ? സ്വന്തം മക്കളാണെന്ന് പറഞ്ഞ് ലാളിക്കാനെങ്കിലും കഴിഞ്ഞോ എന്ന് പറഞ്ഞ് സ്വയം ഇങ്ങനെ തല്ലണേ. ഇത്രമാത്രം അനുഭവിക്കാൻ വേണ്ടി എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തേ? ഒരു വാക്ക് പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചിങ്ങനെ പൊട്ടിക്കറിയും. ഒരച്ഛന്റെ വാത്സല്യം, ഒരച്ഛന്റെ സ്നേഹം, ഇതൊക്കെ എന്റെ മക്കൾക്ക് നഷ്ടപ്പെടുത്തിയത് നിങ്ങളല്ല അവരും കൂടി ചേർന്നാ? നിങ്ങളാ ചതിക്കായിരുന്നില്ലേടി? നിങ്ങളൊക്കെ ചേർന്ന് ചതിക്കായിരുന്നില്ല എന്നെ? എന്റെ ദൈവമേ, ഈ പാവൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി കളയും എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ അത്രയും സങ്കടത്തിൽ ഇങ്ങനെ കരയണേ. അപ്പോഴും ശാലിനി മോശമാണെന്ന് പറഞ്ഞതും പോയി ചാവാൻ വേണ്ടി പറഞ്ഞതൊക്കെയാണ് വിഷ്ണു ഇങ്ങനെ ആലോചിക്കുന്നത്. ശാലിനി എന്ന് വിളിച്ചിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ വിഷ്ണുട്ടൻ എങ്ങോട്ടായി പോകുന്നേ എന്ന് വെച്ച് ശ്യാമ വിഷ്ണുവിന്റെ കാലിൽ പിടിക്കുക. വിഷ്ണുട്ട, ദയവേത് ഇതിന്റെ പേരില് എന്റെ കുഞ്ഞേച്ചിയെ വഴക്കൊന്നും പറയല്ലേ. എന്റെ നന്മ മാത്രമേ എന്റെ കുഞ്ഞേച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ. വിഷ്ണു, എനിക്കെല്ലാം മനസ്സിലായി. എനിക്കും അവൾക്കൊഴിച്ച് മറ്റെല്ലാവർക്കും നന്മയും സന്തോഷം കിട്ടണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പൊ നടന്നതെല്ലാം വിധിയാ. കാര്യം അറിയാതെ സത്യം മുഴുവൻ മനസ്സിലാക്കാതെ ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു. അവൾക്കല്ലെങ്കിൽ നിനക്കെങ്കിലും എന്നോടെല്ലാം പറയായിരുന്നില്ലേ? എനിക്ക് എന്റെ സത്യമോളെയും പപ്പിമോളെയും കാണണം. എനിക്ക് എന്റെ മക്കളെ കാണണം. എന്റെ മക്കളാ. ഒരച്ഛന്റെ ലാളനയോടെ എനിക്ക് അവരെ കെട്ടിപ്പിടിക്കണോടി. എനിക്ക് കെട്ടിപ്പിടിക്കണം. 6 വർഷത്തെ സ്നേഹം എനിക്ക് മൊത്തമായിട്ട് നൽകണം. ഞാനിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയില. ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം ഉണ്ടായ പോലെ, ഒരു അർത്ഥം ഉണ്ടായ പോലെ, എന്തൊക്കെയോ നേടിയതുപോലൊരു തോന്നലേ. എന്റെ മക്കളവര്, എന്റെ മക്കള്. എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ പോവാണേ. ശ്യാമ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അവിടെ പോവും. ശ്യാമ ഇവിടെ റൂമിലിരുന്ന് സങ്കടത്തോടു കൂടി കരയാണ്. അങ്ങനെ വിഷ്ണു പുറത്തേക്ക് വരുമ്പോ ഉണ്ടാവും പപ്പിമോളെ സ്കൂളിൽ നിന്ന് ട്യൂഷനോ മറ്റോ കഴിഞ്ഞ് പിള്ളച്ചേട്ടൻ കൊണ്ടുവരുന്നേ. വിഷ്ണുവിനെ കാണുന്നതും പപ്പിമോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരും. വിഷ്ണു ആണെങ്കില് തന്റെ മക്കളാണെന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ഉള്ള ഒരു നോട്ടം വല്ലാത്തൊരു സങ്കടത്തില് എന്ന സന്തോഷത്തിലും വിഷ്ണു ഇങ്ങനെ നോക്കി ഓരോ സ്റ്റെപ്പ് ഇറങ്ങി വരിക. വിഷ്ണുച്ചാ എന്ന് വിളിച്ച് പപ്പി ഓടി വരും. അങ്ങനെ പപ്പി ഇങ്ങനെ നോക്കിയിട്ട് ഇത്ര അടുത്തുണ്ടായിട്ടും അച്ഛൻ അറിഞ്ഞില്ലല്ലോ. ഈ കണ്ണിൽ കണ്ടു വളർന്നിട്ടും ഈ അച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ മോളെ. അങ്ങനെ ഒരു അച്ഛനായിട്ട് നോക്കുമ്പോ പപ്പിക്കും എന്താ വിഷ്ണുച്ചൻ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്ത് പറ്റി വിഷ്ണുച്ച? വിഷ്ണുവിന് സന്തോഷത്തിലും സങ്കടത്തിലുള്ള ആ ഒരു അവസ്ഥയല്ലേ, തന്റെ മകളാണെന്നുള്ളൊരു തിരിച്ചറിവില് അവിടെ മുട്ടുകുത്തിയിരിക്കുക. എന്നിട്ട് അത്ഭുതത്തോടെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോ ഉണ്ടാകുന്ന ആ ഒരു ഫീലിലാണ് വിഷ്ണു ഇങ്ങനെ പപ്പിയെ നോക്കുന്നത്. ഇങ്ങനെ കരയുന്ന കാണുമ്പോ പപ്പിക്കും എന്താ വിഷ്ണുച്ച? പപ്പി പേടിക്കുന്നുണ്ട്. വിഷ്ണു ആ കുഞ്ഞു കൈകളിൽ പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി ആ കുഞ്ഞു കൈകൾ മുഖത്തേക്ക് ചേർത്ത് വെച്ച് അങ്ങ് പൊട്ടിക്കരയും. വിങ്ങി കരയാണ്. പപ്പിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്യാമ ഇതെങ്ങനെ നോക്കി പുറത്തേക്ക് വരികയാണേ. രോഹിത് മുകളിൽ നിന്നും ഇതെല്ലാം കാണുന്നുണ്ട്. രോഹിത്തിന് ഇപ്പൊ ദേഷ്യമാണുള്ളത്. അപ്പൊ എനിക്കും പിള്ളച്ചേട്ടനൊന്നും മനസ്സിലാവുന്നില്ല. ശ്യാമയും കരയണേ. വിഷ്ണു മോളെ ഇങ്ങനെ സന്തോഷത്തിലും സങ്കടത്തിലും ഒന്ന് കെട്ടിപ്പിടിക്കും. ഇങ്ങനെ അയ്യോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉള്ളിങ്ങനെ പൊട്ടി കരയണേ. എന്താ വിഷ്ണുച്ച? പൊന്നിക്കും പിള്ളച്ചേട്ടനും മനസ്സിലാവുന്നില്ല. അവരും ആകെ ഞെട്ടെല്ലാം നിൽക്കണത്. എന്റെ മോളെ എന്നിങ്ങനെ ഉള്ളിന്ന് തേങ്ങി വിളിച്ചുകൊണ്ട് വിഷ്ണു പപ്പിയെ ഒരുപാട് ഉമ്മ കൊടുക്കും. എന്താ വിഷ്ണുച്ച? അതിൽ വിഷ്ണു പറയും മോള് എന്നോട് ക്ഷമിക്കണം. അച്ഛനൊന്നും അറിയില്ലായിരുന്നു. പപ്പിക്കും അച്ഛനോ? വിഷ്ണുച്ചനാ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഒന്നുകൂടി കരയാ. വിഷ്ണുവിന്റെ ആ സങ്കടവും വല്ലാത്തൊരു അവസ്ഥയും വിഷ്ണുവിന് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അവിടെ നിൽക്കുന്ന വേറെ ആർക്കും മനസ്സിലാവുന്നില്ല. രോഹിത് ഇപ്പൊ വില്ലനായി മാറിയിരിക്കാനല്ലോ. അപ്പോ രോഹിത്തിന്റെ മുഖത്തും ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെയാ ഉള്ളത്. വിഷ്ണു വീണ്ടും കെട്ടിപ്പിടിച്ച് കൈകൾ പിടിച്ചിട്ട് പറയും എന്നോട് ക്ഷമിക്കേ. അങ്ങനെ പറഞ്ഞിങ്ങനെ കരയുമ്പോ പപ്പിമോള് വിഷ്ണുവിന്റെ കവിളിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? വിഷ്ണുവച്ചൻ കരയാണോ എന്ന് ചോദിച്ച് ആ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുക. വിഷ്ണുവിന് ഇതൊക്കെ വീണ്ടും സങ്കടാവുക. എന്താ വിഷ്ണുച്ച? വിഷ്ണു പറയും മോളെ കണ്ടപ്പോഴേ വിഷ്ണുവച്ചന് വീണ്ടും സങ്കടം വന്നു. അതാ കരഞ്ഞത് എന്ന് പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ച് തോളിലൊക്കെ തട്ടും. പപ്പിക്കും എന്തിനാ വിഷ്ണുവച്ചൻ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞത്? അതിന് വിഷ്ണുവച്ചൻ എന്ത് തെറ്റാ ചെയ്തത്? എന്താ വിഷ്ണുവച്ചൻ എന്തിനു തെറ്റ് ചെയ്തോ? അപ്പൊ വിഷ്ണു പറയും അതന്ന് കള്ളു കുടിച്ചില്ലേ, എന്റെ മോളോട് കുടിക്കില്ലെന്ന് വാക്ക് പറഞ്ഞിട്ട് കള്ളു കുടിച്ചില്ലേ, അതിനാ മാപ്പ് പറഞ്ഞത്. ക്ഷമിക്കണം മോളെ എന്ന് പറഞ്ഞ് വീണ്ടും ഒരുപാട് മുത്തം കൊടുക്കും. എന്റെ മോള്
എന്ന് പറഞ്ഞ് മോളിങ്ങനെ കെട്ടിപ്പിടിച്ച് കറിയാ. അപ്പൊ ശ്യാമയെ കാണുമ്പോ ചോദിക്കും, എന്താ അമ്മ വിഷ്ണുച്ചൻ ഇങ്ങനെ? ഈ സമയം വിഷ്ണു പെട്ടെന്ന് അമ്മ എന്നുള്ളവിലേക്ക് കേൾക്കുമ്പോ ശാലിനി അന്നിവിടെ വന്ന് പറഞ്ഞ കാര്യം ആലോചിക്ക. സത്യ ഇവിടുത്തെ ചോരയാ, സത്യമ്മയുടെ കൊച്ചുമകള്, ഒരേ രക്തം. എന്നിട്ട് ഒരു മോളെ നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. പോവാം. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു തിരിഞ്ഞു നിന്നിട്ട് ശ്യാമയോട് വയ്ക്കും, ഞാൻ മോളെ ഒന്ന് കൊണ്ടുപോവാ. ശ്യാമയ്ക്ക് അങ്ങനെ വേണ്ടതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ശ്യാമ തല താഴ്ത്തി നിൽക്കുക. പിള്ളച്ചേട്ടൻ ചോദിക്കും, അപ്പോ കുഞ്ഞിന് ചായ കൊടുക്കണ്ട മോളെ? അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം പിള്ളച്ചേട്ടാ എന്ന് പറഞ്ഞ് മോളെ അങ്ങ് എടുക്കും. പപ്പി പറയും, എന്നെ എടുക്കേണ്ട വിഷ്ണു വെച്ചാ, ഞാൻ നടന്നോളാം, ഞാൻ വലിയ കുട്ടിയായില്ലേ. മോളെത്ര വലുതായാലും അച്ഛന് ചെറിയ കുട്ടി തന്നെയാ എന്നൊക്കെ പറഞ്ഞേ. ഇപ്പൊ ഒരു അച്ഛന്റെ സ്നേഹത്തോടു കൂടിയാണ് പപ്പിയോട് പെരുമാറുന്നതൊക്കെ. പപ്പിക്കാണെങ്കിൽ മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അടുത്ത പ്രമോയിലുള്ളത് പപ്പിയെ കൂട്ടി വിഷ്ണു കുടുംബശ്രീ വീട്ടിലേക്ക് സത്യയെ കാണാനായിട്ട് പോവാണേ. അങ്ങനെ വീണ്ടും അവിടെ ചെന്ന് മക്കളെ അറിഞ്ഞ ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ വിഷ്ണു പോകുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്